ക്യാപിറ്റൽ ഡിസ്ട്രിക്റ്റ് മലയാളി സുഹൃത്തുക്കളെ, CDMAയുടെ സംഘാടകരെ, ഒരു ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ഹൃദയം നിറഞ്ഞതായ ആശംസകളും നല്ലൊരു വർഷത്തിൻ്റെ എല്ലാവിധമായ നന്മകളും ഈ അവസരത്തിൽ നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുള്ളതായ ഒരു വലിയ സന്ദേശമാണ് ലോകത്തിൽ എല്ലാ ക്രിസ്തുമസ് ദിവസങ്ങളിലും അറിയിച്ചുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. പുതുതായി അതിലുപരിയായി ഒരു പ്രത്യേകമായ സന്ദേശം, ആ സന്ദേശത്തിന് പ്രസക്തിയില്ല. കാരണം ക്രിസ്തുമസിൻ്റെ സന്ദേശം പറയുമ്പോൾ ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖമാർ കൊടുത്തതായ ഒരു വലിയ സന്ദേശമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനല്ലേ ഈശ്വരൻ്റെ മഹത്വവും, ഭൂമിയിൽ ദൈവഹിതം ചെയ്യുന്നവർക്കല്ലേ ദൈവപ്രസാദമുള്ളവർക്ക് മഹത്തായ ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുമസ് സന്ദേശം നൽകിയത്, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും 2000 വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടതായ സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇന്നത്തെ ലോകത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സമാധാനത്തിന് ആഗ്രഹിക്കുന്നതായ അനേക ജനസമൂഹങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. എന്നതിലുപരിയായി ലോകത്തിന് സമാധാനത്തിൻ്റെ ആവശ്യം ഇന്നാണ് എന്ന് ബുദ്ധിരാക്ഷസന്മാർ ചിന്തിക്കുന്നതായ അവസരമാണ്. പലപ്പോഴും നാം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, എന്താണ് ഇതിനൊക്കെ കാരണം? സൃഷ്ടികർത്താവ് ഈ സൃഷ്ടി നല്ല ഉദ്യമത്തിലൂടെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികർത്താവിന് മുമ്പിൽ സ്വന്തത്തെ സമർപ്പിക്കേണ്ടതിന് പകരം ഞാൻ എന്ന ഭാവവും എല്ലാം എൻ്റേത് എന്നുള്ള ചിന്തയും ഞാൻ സ്വയം പര്യാപ്തനാണെന്നുള്ളതായ വിചാരവും മനുഷ്യനെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തുമാത്രം നാം വളരുന്നുവോ, എന്തുമാത്രം നാം പുരോഗമിക്കുമോ, ആത്മീയ മൂല്യങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു സമൂഹത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പലപ്പോഴും ചിന്തിക്കണമേ, എല്ലാത്തിലും ഉപരിയായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും സൃഷ്ടിയുടെ ഉദാത്തമായ ഉദാഹരണം മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കുവാനും പരാജയപ്പെടുന്ന ഒരു സമൂഹത്തിലല്ലേ നാം ജീവിക്കുന്നത്. സൃഷ്ടികർത്താവിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തെ കാണുമ്പോൾ, ഇന്നത്തെ അവരുടെ ജീവിതം കാണുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് നോക്കുമ്പോൾ, ജീവിതം എന്തുമാകാം, ജീവിതം എങ്ങനെയുമാകാം, പരമാവധി തിന്നലും കുടിക്കലും രതിക്കലും രസിക്കലും രമിക്കലുമാണ് ജീവിതമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അനുവദനീയമെന്നോ
അനുവദനീയമെന്നോ വിഹിതമെന്നോ അവിഹിതമെന്നോ ഒന്നുമില്ല. എല്ലാം അനുവദനീയം, എല്ലാം വിഹിതം. ഈ അവസരത്തിൽ ആരെയും ഭയമില്ലാതെ ഒന്നിനെ കുറിച്ചും ഓർക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് സമാധാനത്തിൻ്റെതായ സുവിശേഷം നാം കേൾപ്പിക്കുന്നത്. എന്താണ് ഈശ്വര ചിന്ത എന്ന് പലപ്പോഴും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത, അതിനെക്കുറിച്ച് ഓർക്കുവാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യ സമൂഹം, പലപ്പോഴും ഈശ്വരന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു സമൂഹം. അവർ ചോദിക്കും, എന്താണ് അതിന് പ്രൂഫ്? അതിന് പ്രൂഫ് എന്താണ്? ഏത് രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണേണ്ടത് എന്ന്. അവർക്ക് വേണ്ടതായ ഉത്തരം ഈ സൃഷ്ടിയിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. 10,000 മൈലുകൾ താണ്ടി ദേശാടനക്കിളികള് സൗബീരിയയുടെ ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാന് ഹിമാലയവും താണ്ടി കർണാടകത്തിൽ എല്ലാ വർഷവും എത്തിച്ചേരുവാന് അവർക്ക് വഴിയും വഴികാട്ടിയുമാവുന്നതാരാണ്? പ്രസവകാലമെടുക്കുമ്പോൾ യൂറോപ്പിന്റെ ശുദ്ധജല തടാകങ്ങളിലേക്ക് നീന്തി തുടിക്കുവാന് അറ്റ്ലാന്റിക്കിലെ സാൽമൺ മത്സ്യങ്ങൾക്ക് മാർഗവും മാർഗദർശനവും നൽകുന്നതാരാണ്? സൃഷ്ടിയിലേക്ക് നോക്കൂ. ആ സൃഷ്ടിദാതാവിനെയാണ് പലപ്പോഴും നാം കാണുന്നില്ല, അറിയുന്നില്ല എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജീവിതം എന്താണ്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നാം ചോദിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും വാഗ്മി എഴുത്തുകാരനുമായ ഡോക്ടർ പപ്പ ഡിറോസിന്റെ ഒരു ചരിത്രം വായിച്ചത് ഓർത്തു പോവുകയായിരുന്നു. ഡോക്ടർ പപ്പ ഡിറോസ് ലോകം കണ്ടിട്ടുള്ള അതിപ്രശസ്തനായ ഒരു ഫിലോസഫറാണ്, വാഗ്മിയാണ്, ഒരു അധ്യാപകനാണ്. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ക്ലാസ്സുകളിൽ ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ ചോദിച്ചു, ഡോക്ടർ ഡിറോസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. നിശബ്ദനായി പോയി അദ്ദേഹം. ലോകം കണ്ടിട്ടുള്ള പ്രഗത്ഭനായ ഒരു ഫിലോസഫറാണ്. ഈ ചോദ്യം കേട്ടിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ചിരിക്കുവാൻ തുടങ്ങി. എത്ര അബദ്ധമാണ് ഈ കുട്ടി ചോദിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഡിറോസ് ചോദ്യം ചോദിച്ച കുഞ്ഞിന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. എന്നിട്ട് ക്ലാസ്സിനോട് പറഞ്ഞു, നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു, ഐ വിൽ ടെൽ യു ദ മീനിങ് ഓഫ് വാട്ട് ഈസ് ലൈഫ്. അദ്ദേഹം തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്തിട്ട് അതിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു കണ്ണാടി കഷണം എടുക്കുകയാണ്. ആ തുണി കൊണ്ട് മൂടപ്പെട്ടതായ കണ്ണാടി കഷണം അഴിച്ചുവെച്ച് ജനങ്ങളെ കാണിച്ചുകൊണ്ട്, ക്ലാസ്സിലെ കുട്ടികളെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യു ക്യാൻ സീ ദ മീനിങ് ഓഫ് ലൈഫ് ഇൻ ഇറ്റ്. ജീവിതത്തിന്റെ സത്യം എന്താണെന്ന് ഈ കണ്ണാടി കഷണം പറയുവാൻ സാധിക്കും. ആ കണ്ണാടി കഷണത്തിന്റെ ചരിത്രവും അതിന്റെ ഉപയോഗവും അദ്ദേഹം വെളിപ്പെടുത്തി. ചെറുപ്പകാലത്ത്, രണ്ടാം മഹായുദ്ധകാലത്ത് പട്ടിണിയിൽ ജീവിച്ചതായ ഡോക്ടർ ഡിറോസ്, അദ്ദേഹം ഒരിക്കൽ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു മോട്ടോർ സൈക്കിളിൽ നിന്ന് കിട്ടിയതായ ചില കണ്ണാടി കഷ്ണങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാതെ പോയി. അവസാനം അതിൽ ഏറ്റവും വലിയതായ ഒരു പീസ് എടുത്തുകൊണ്ട് തന്റെ ഭവനത്തിലേക്ക് പോയി. പാവപ്പെട്ട കുടുംബത്തിലായതുകൊണ്ട് ഇതായിരുന്നു തന്റെ കളിപ്പാട്ടം. ആ കളിപ്പാട്ടവുമായിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം വെളിയിലിറങ്ങി സൂര്യപ്രകാശത്തെ ഇരുട്ട് നിറഞ്ഞതായ തന്റെ ഭവനത്തിന്റെ മുറികളിലേക്ക് നിയന്ത്രിക്കുവാൻ അദ്ദേഹം അത് ഉപയോഗിച്ചു. കാലം കടന്നുപോയി. വിജയക്കൊടികളിലൂടെ, പഠിത്തത്തിലൂടെ, ഡോക്ടറേറ്റുകളിലൂടെ, എഴുത്തുകളിലൂടെ അതിപ്രഗത്ഭനും പ്രശസ്തനുമായി തീർന്ന അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ
ആ വിനോദം ഒരിക്കലും കൈവിട്ട് കളഞ്ഞില്ല. പിന്നീട് ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കി. ഒരുപക്ഷെ കുട്ടിക്കാലത്തൊരു വിനോദമായി തോന്നിയിരുന്നതായ ഈ കണ്ണാടി കഷണം ജീവിതത്തിൽ ഒരു മഹത്തായ സത്യമാണ് എന്നെ പഠിപ്പിച്ചത്. പ്രകാശത്തിന്റെ ഉത്ഭവമോ അതിന്റെ സ്രോതസ്സോ എനിക്കറിയില്ല, എത്ര വലിപ്പമുണ്ടെന്ന് എനിക്കറിയില്ല, എവിടെ നിന്ന് വരുന്നു എനിക്കറിയില്ല. ഒരു പക്ഷേ ആ ലഭിക്കുന്നതായ വെളിച്ചത്തെ, പ്രകാശത്തെ അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായ സ്ഥലങ്ങളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് അവിടെ പ്രകാശപൂരിതമാക്കുവാന് ഈ കണ്ണാടി കഷണത്തിന് സാധിക്കുന്നുവെങ്കിൽ, ലഭിച്ചതായ ഒരു പ്രകാശത്തിന്റെ രശ്മിയില് ഒരു ഭാഗമെങ്കിലും പ്രകാശപൂരിതമാക്കുവാന് സാധിക്കുന്നുവെങ്കിൽ, കോടാനുകോടികൾ ജീവിക്കുന്നതായ ഈ സമൂഹത്തില് ഒരു വ്യക്തിയിലൂടെ ഒരു ഏറിയയിൽ ഒരു മനുഷ്യനിലേക്ക് പ്രകാശം നയിക്കുവാനും ലഭിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിന്റെ രഹസ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചിന്തിക്കണമേ, ധാരാളം ആൾക്കാർ, ജനങ്ങൾ, കോടാനുകോടികൾ ജീവിക്കുന്നതായ ഈ ഭൂമുഖത്ത് ഓരോ വ്യക്തികൾക്കും അല്പമെങ്കിലും പ്രകാശം മറ്റുള്ളവരിലേക്ക്, അന്ധകാര നിബിഡമായിരിക്കുന്നിടങ്ങളിലേക്ക് പ്രകാശം പരത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ധർമ്മം, ജീവിതത്തിന്റെ അർത്ഥം എന്ന് ഡോക്ടർ ഡിറോസ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മലയാളത്തിന്റെ മഹാനായ കവി ജി ശങ്കരക്കുറുപ്പ് പാടി, അന്തിന് ലഭിച്ചതായ കാഴ്ചയും വിശ്വാസത്തിന്റെ ഊന്നുവടിയും പ്രാപിക്കണമെങ്കിൽ ഒരു വലിയ മനസ്സുണ്ടായിരിക്കണം. എന്താണ് അതിന്റെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞത്, അന്ധന് അന്ധകാരമയമായ ജീവിതത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, ആ പ്രകാശത്തെ അംഗീകരിക്കുവാന്. അവിശ്വാസിക്ക് വിശ്വാസത്തിന്റെ ഊന്നുവടിയെ സ്വായത്തമാക്കണമെങ്കിൽ അവന് ഒരു ചേഞ്ച് അവന്റെ ഹൃദയത്തിൽ ആവശ്യമാണ്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയും നമ്മോട് പറയുന്നത്. ദിവിസൂര്യ സഹസ്രസ്യ ദേവേദ് യുഗ പതിത്തിത സസ്യാത് യദീദ സദയശ്രീ സസ്യാദാസസ് തസ്യ മഹാത്മത. എന്താണ് അതിന്റെ അർത്ഥം? 1000 സൂര്യന്മാര് ജ്വലിക്കുന്നതായ, തരുന്നതായ, ഒന്നിച്ചു കൂടുമ്പോൾ തരുന്നതായ ഒരു തേജസ് എങ്ങനെയുണ്ടോ, ദ ബ്രില്യൻസ് ഓഫ് ദ ലൈറ്റ്, അതായിരിക്കാം ഒരു മഹാത്മാവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ കാണുന്നത്. നല്ല മനുഷ്യരെ കുറിച്ച് പറയുകയാണ് ഭഗവത്ഗീത. ഈശ്വര ചൈതന്യമുള്ളവരെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത. ഈശ്വര ചൈതന്യം ഉണ്ടാകണമെന്നാണ് ക്രിസ്തുമസിന്റെ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്. സമാധാനം വേണമെങ്കിൽ, ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈശ്വര ചൈതന്യമുള്ളവരായിരിക്കണം. പുതുവർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പലപ്പോഴും നന്മകൾ നാം മറ്റുള്ളവർക്ക് നേരുന്നുണ്ട്, വിശ്വസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനത്തിനനുസരണമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ മതങ്ങളും പുതുവർഷങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അതിപുരാതനമായ യഹൂദമതം തങ്ങളുടെ പുതുവർഷം റോഷശാനയിലൂടെയാണ് തുടങ്ങുന്നത്. റോഷശാന മുതൽ യോം കിപ്പൂർ വരെ 10 ദിവസം വളരെ പ്രധാനപ്പെട്ട, ഓരോ യഹൂദന്റെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. ദ ഡേയ്സ് ഓഫ് അറ്റോൺമെന്റ്. അവൻ ചിന്തിക്കും, ഈ 10 ദിവസമാണ് ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതപ്പെടണമോ, എന്റെ പേര് വെട്ടപ്പെടണമോ എന്ന് ചിന്തിക്കുന്നതായ ദിവസം. അവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിച്ച് പുതിയൊരു വർഷം ആരംഭിക്കുവാൻ വേണ്ടി നൽകപ്പെടുന്നതായ 10 ദിവസം. ഇസ്ലാമിന്റെ
ഹിജറ വർഷം തുടങ്ങുന്നത്, മുഹമ്മദിയർ ആഘോഷിക്കുന്നത് മുഹറത്തോടു കൂടിയാണ്. എന്താണ് മുഹറത്തിൽ അവർ ചെയ്യുന്നത്? അവർ ദേവാലയത്തിലേക്ക് പോയിട്ട് ആദ്യത്തെ ദിവസം, വർഷത്തിന്റെ ആരംഭത്തിൽ തങ്ങളെ തന്നെ സൃഷ്ടിയുടെ മുൻപാകെ, അള്ളാഹുവിന്റെ മുൻപാകെ സമർപ്പിക്കുവാനും ഒരു തീരുമാനമെടുക്കുവാനും വേണ്ടിയാണ് അവർ പോകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ചൈനക്കാർ ചൈനീസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? നൈൻ എന്ന് പറയുന്ന ബീസ്റ്റിനെ കീഴ്പ്പെടുത്തിയതായ ഒരു വലിയ അവസരമായിട്ട്, തിന്മയെ തോൽപ്പിച്ചതായ ഒരു വലിയ അവസരമായിട്ട് അവരുടെ വർഷം അവർ കൊണ്ടാടപ്പെടുകയാണ്. കേരളത്തിന്റെ കരയിൽ നിന്നും വന്നിട്ടുള്ള നമുക്കറിയാം, നമ്മൾ പുതിയ വർഷം വിഷു ആഘോഷിക്കാറുണ്ട്. ഒരുപക്ഷെ ചെറുപ്പകാലത്തിലേക്കൊന്ന് നാം അയവിറക്കുമ്പോൾ വിഷു ദിവസത്തില് രാവിലെ പായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കുട്ടികളെ കണ്ണുകളൊക്കെ പൊത്തിക്കൊണ്ട് വിഷുക്കണി കാണിക്കുവാൻ പോകുന്നത് നമുക്ക് ഓർക്കുവാൻ സാധിക്കും. എന്താണ് വിഷുക്കണിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന നമ്മുടെ മാതാപിതാക്കര്? നന്മ മാത്രമേ കാണാവൂ, നന്മയെ മാത്രമേ ചിന്തിക്കാവൂ, നന്മ മാത്രമേ ചെയ്യാവൂ എന്ന് ഒരു പുതുവർഷത്തിൽ അവരെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹൈന്ദവ കുടുംബങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന് താമസിച്ച ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നു വന്ന ഒരാളായപ്പോൾ അവരുടെ ആചാരങ്ങളുമായിട്ട് പലപ്പോഴും താതാത്മ്യം പ്രാപിക്കുവാന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും വിഷുവിന്റെ ദിവസങ്ങളിൽ കാരണവന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈനീട്ടം വാങ്ങുവാൻ ഞാനും പോയിട്ടുണ്ട്. കിട്ടുന്നതായ നാണയത്തുട്ടങ്ങളുടെ ആശയങ്ങൾ അന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കാലങ്ങൾക്ക് ശേഷം യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ താമസമാക്കിയപ്പോൾ അന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. നാണയത്തുട്ടങ്ങൾക്കായിട്ട് ഈ കാരണവന്മാരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ ഒരു മഹത്തായ അർത്ഥമാണ്, ഒരു മഹത്തായ സത്യമാണ് അവർ വെളിപ്പെടുത്തി തരുന്നത്. ഇട്ടുകൊടുക്കുന്നതായ നാണയത്തൂട്ടുകളിൽ ഒരു മഹത്തായ സംസ്കൃതി, ഒരു മഹത്തായ പാരമ്പര്യം, ഒരു മഹത്തായ വിശ്വാസം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ആഘോഷങ്ങള്, ഈ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങള്, പുതുവർഷത്തിന്റെ ആഘോഷങ്ങളിലൂടെ നാമും ചെയ്യുന്നതാണ്. നാം നേടിയെടുത്തതായ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസങ്ങളും പുതിയ തലമുറയിലേക്ക് കൈമാറുവാന്, അവരെ പഠിപ്പിക്കുവാന്, അവരെ അതിനുവേണ്ടി പ്രബുദ്ധരാക്കുവാനുള്ള ഒരു ഉദ്യമമാണ്. അതിന് CDMA എല്ലാവിധമായിട്ടും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും മനുഷ്യനെ കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ആ മതങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നന്മയെ ചെയ്യുവാനും, നന്മയെ കാണുവാനും, നല്ലത് ചെയ്യുവാനും, അവയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ആണ്. മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആദ്യത്തെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ മദീന, ദ ഫസ്റ്റ് ആർട്ടിക്കിൾ, വാട്ട് ഹി സേസ് ദാറ്റ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. മദീനയിലുള്ളതായ ഹിബ്രു മതക്കാരെയും ക്രിസ്ത്യാനികളെയും ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ ഈ രാജ്യത്തിന്റെ സ്വന്തം ജനങ്ങളാണെന്ന് അന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുവാന് അദ്ദേഹത്തിന് സാധിച്ചുവെന്നെങ്കിൽ പിൻകാലത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് മധ്യപൂർവ്വ ഏഷ്യയില് എങ്ങനെ മറ്റുള്ളവരെ കൊലക്കി കൊടുക്കുവാൻ സാധിക്കും? പാകിസ്ഥാനിലെ പേഷവാറില് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് 130-ൽ പരം കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുവാൻ സാധിച്ചത്? ചിന്തിക്കണമേ. എന്തെയാണ് ക്രിസ്തുമസിന്റെ സന്ദേശം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്? ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ സംപ്രീതി ഉണ്ടാകണമെങ്കിൽ നാം ഈശ്വര അനുഭവമുള്ളവരായി, ഈശ്വര ചൈതന്യമുള്ളവരായി തീർന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അതാണ് മഹത്തായ സന്ദേശം. കഴിഞ്ഞ 2000 വർഷമായിട്ട് നാം കേട്ടതായ സന്ദേശവും അതാണ്. ഈ സന്ദേശത്തെ നമ്മുടെ ഹൃദയങ്ങൾ അങ്കുരിപ്പിക്കുവാനും പുതിയ വർഷത്തില് ഒരു പുതിയ ജീവിതം തുടങ്ങിക്കൊണ്ട് നമുക്ക് ലോകത്തിനൊരു മാതൃകയാകാം, CDMAയ്ക്ക് ഒരു മാതൃകയാകാം, ഈ സമൂഹത്തിന് ഒരു മാതൃകയാകാം. എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.